Hello guys, welcome back to my channel. ആരെ ചാനല്? അമ്മാന്റെ ചാനൽ. വെറുതെ ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോ ഞാനും കെൻസും മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് അല്ലേ? എങ്ങോട്ടാ പോണ കെൻസേ? പൊന്നാനി പോവാണ്. പെട്ടെന്ന് പൊന്നാനി പോകേണ്ട ഒരു ആവശ്യം വന്ന് അപ്പൊ ഞങ്ങള് പോവാണ്. ഇന്ന് രാവിലെ ആയിട്ട് തീരുമാനമായി അങ്ങനെ പോവാണ്. അവിടെ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ 5 മണിക്ക് എത്തണം. അപ്പോ കുട്ടികൾ ബാക്കിയുള്ളവര്, അതായത് കൈഫ്, കേശ, കിയാൻ എല്ലാരും വീട്ടിലാണ്. ഞാനും കെൻസും കൂടി അങ്ങോട്ട് ഇറങ്ങിയതാ അല്ലേ? പിന്നെ പപ്പാക്കും ഉമ്മാക്കൊന്നും അറിയില്ല കേട്ടാ എന്താണ് നമ്മള് വരുന്നത്. അവര് സർപ്രൈസ് ആക്കിയാലോ കെൻസേ? ഒറ്റക്ക് ഡ്രൈവ് ചെയ്യണ്. അതെ, ആരെ സഹായം വേണ്ട. പഠിച്ചോനെ. ഓക്കെ, അപ്പോ ഡ്രീം ആയിരുന്നല്ലേ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാ. അത്ര ഭയങ്കര അങ്ങനെ ഡ്രീം ഒന്നല്ല, എന്നാലും ഞാൻ ചെയ്ത് വിചാരിച്ചതല്ല സംഗതി. പിന്നെ അപ്പൊ നാളെ നോമ്പ് തുടങ്ങുകയാണ് കേട്ടോ. അതിന്റെ കുറെ പണികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, പിന്നെ സാധാരണ കുറച്ച് പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുമില്ല. അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് റമദാൻ പ്രിപ്പറേഷൻസും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഓക്കെ, അപ്പോൾ ഇനി പൊന്നാനിന്ന് കാണാം. ഹെൽത്തിന്റെ കൈ കടയുന്നുണ്ടേ, അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. ഇങ്ങോട്ടിന്റെ കൂടെ വരാൻ തന്നെ എന്തൊരു ഡിമാൻഡ് ആയിരുന്നു അറിയാക്ക്. ഓക്കെ ശരി, പൊന്നാനിന്ന് കാണാം. അതെ അതെ. ഉമ്മ ഇവിടെ പുറത്ത് തന്നെ നിക്കണ്ട്. നിങ്ങളെങ്ങട്ടാ? ഓ, ഇറങ്ങാൻ നിക്കല്ലേ. പപ്പ ഇവിടെ? ഉമ്മാനോട് റിയ പറഞ്ഞിക്കണില്ലേ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിരുന്നു. റിയ പോയി പറഞ്ഞു ഉമ്മാനോട്. യെസ്, വേണം. ഉമ്മ ഇതാ ഇവിടെ കുറേ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉന്നക്കായും കട്ട്ലറ്റും എല്ലാം അതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നത് എന്തായാലും നല്ല കറക്റ്റ് സമയത്തായി. നാളെ നോമ്പ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ എനിക്കുള്ളതും റിയക്കുള്ളതും ഒക്കെ ഇതാ ഇതിലുണ്ട്. കട്ട്ലറ്റും ഉന്നക്കായാണ് കേട്ടോ. പൊന്നാനിയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്കിതാ കുറച്ച് റമദാൻ പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം. ഞാനിവിടെ ഇതാ ചെറിയൊരു ഷോപ്പിങ്ങിലാണ്. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഇതാ റമദാൻ സ്പെഷ്യലായിട്ട് വേറെയും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുകയാണ് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണത് ആരാന്ന് നോക്ക്, കേശയാണ്. അപ്പോൾ ഞാനിവിടെ ഹാളിലുള്ള ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ബാക്കി കുറേയൊക്കെ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് കേശ് ഇങ്ങനെ കാര്യമായിട്ട് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നോമ്പിൻ്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. എൻ്റെ കൂടെ ഇതുപോലെ ഓരോ കാര്യങ്ങൾക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേശക്ക്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആള് ഇല്ല ഞാൻ തന്നെ തുടച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതാ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബോട്ടിൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാതും ഫുള്ളായിട്ടൊന്ന് എടുത്ത് കഴുകുകയാണ്. ബോട്ടിൽസൊക്കെ കഴുകി ഉണക്കി ഇനി ഇതാ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്.
എല്ലാ ബോട്ടിൽസും നല്ല ക്ലീൻ ആയിട്ട് പുതിയത് ഇങ്ങനെ ഫില്ല് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ് കേട്ടോ. കിച്ചണിലുള്ള യൂസ് ചെയ്യുന്ന എല്ലാ ബോട്ടിൽസും കാണാൻ നല്ല ഭംഗിയും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇതാ നമ്മളെ പൊടികളൊക്കെ ഈ ബോട്ടിൽസിലാണ് ഫില്ല് ചെയ്യണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാതും നമ്മൾ ആദ്യമേ യൂസ് ചെയ്ത ബോട്ടിൽസൊക്കെ തന്നെയാണ് കേട്ടോ. ചിലത് മാത്രം പുതിയത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആദ്യമേ യൂസ് ചെയ്യുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. നെക്സ്റ്റ് ഇതാ ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അഗാരോൻ്റെ റീഗൽ പേഴ്സണൽ ബ്ലെൻഡർ. നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. റമദാനൊക്കെ ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് മെയിൻ യൂണിറ്റ്. കൂടെ 3 ജാറ് വരുന്നുണ്ട് കേട്ടോ. ഇത് 500 ml ജാറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 ബ്ലേഡ്സ് ഉണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ, പിന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ, അങ്ങനെ ആയിട്ട്. ഇത് ചെറിയ ജാറാണ്. നമുക്ക് ഗ്രൈൻഡിങ്ങിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. ചെറിയ ജാറ് 300 ml ആണ്. പിന്നെ ഇത് വലിയ ജാറാണ്. ഇത് 700 ml ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിപ്പർ ലിഡ് ഉണ്ട്. പിന്നെ ഇതൊരു സീവ് ലിഡാണ്. നമുക്ക് ജ്യൂസൊക്കെ അരിച്ചൊഴിക്കാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് ഒരു പ്ലെയിൻ ലിഡും കൂടി വരുന്നുണ്ട്. ഇതിന് കൂടെ തന്നെ ഒരു മാനുവൽ ഉണ്ട്. അപ്പോൾ അതിൽ വർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്താൽ മതി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു ബ്ലെൻഡറാണ്. നല്ല ഹാൻഡി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയതാണ്. നമ്മളെ പുതിയ ബ്ലെൻഡറിൽ നമുക്കൊരു സ്മൂത്തി റെഡിയാക്കാം. സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ റോബസ്റ്റ ബനാനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 3 ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഡേറ്റ്സ്, പിന്നെ കാഷ്യൂ. നല്ലൊരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. കുട്ടികൾക്കും നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഇതാ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നല്ലൊരു ഹെൽത്തി സ്മൂത്തിയാണ്. നമുക്ക് സ്മൂത്തി റെഡിയാക്കിയിട്ട് ഈ ഒരു ജാറിൽ തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. സിപ്പർ ലിഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലെയിൻ ലിഡൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഏലക്കായ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡിങ് ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അത്യാവശ്യം പവറുള്ള മോട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് പല ഡിഷസിനും ഏലക്കായ പൊടിച്ചത് ആവശ്യമാണല്ലോ. അപ്പോൾ നോമ്പിനൊക്കെ നല്ല ഉപകാരമാണ്. അങ്ങനെ എന്തായാലും ഇതൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബ്ലെൻഡർ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. ഇവരൊക്കെ നോമ്പായിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗിലാണ്. പലതും. എനിക്ക് ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഇവരെയും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ പപ്പ, എളാപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതൊരു സഞ്ചരിക്കുന്ന കടയാണ്. ആൾക്കാർക്ക് പകുതി വിലക്കാണ് സാധനം കിട്ടുന്നത്. പൊന്നാനിയിലെ തീരദേശ വാർഡുകൾക്ക് റമദാൻ മാസത്തിലുള്ളൊരു കൈത്താങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫാണ് ഇവിടെ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ രൂപം കൊണ്ടിട്ടുള്ള MPG ഫൗണ്ടേഷൻ ഈ തീരദേശ മേഖലയിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ ഒരു പരിപാടിക്ക് സ്വാഗതം പറഞ്ഞിട്ടുള്ളത് എൻ്റെ എളാപ്പയാണ്. TK അഷ്റഫ് DCC സെക്രട്ടറിയാണ്. പിന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് സെയ്ദ് ഫൈസൽ ബാഫക്കി തങ്ങളാണ്. ഈ ഒരു വലിയ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് MP ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാനായ KP നൗഷാദ് അലി സാറാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവുകയാണ്.
പോകുന്ന വഴിയിൽ ഇതാ ഹെളാപ്പാൻ്റെ കടയിലൊന്ന് കയറിയിട്ടുണ്ട്, TK ഹോം മെയ്ഡ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, 3 ആൾക്കാരും. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി, ഒരു ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോണത്. ഹലോ, അപ്പോൾ നമ്മൾ പൊന്നാനിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അതെ, പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരൂരങ്ങാടിയിലേക്ക്. സംഗതി കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. ലേറ്റ് ആയിട്ട് ഇതിലൊക്കെ നേരത്തെ നമ്മൾ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ടൈം ഇപ്പോൾ 1:30 ആയി. 1:30 കുറച്ച് കൂട്ടി പറയണ്ടേ? 8:30 ആയി. ആക്ച്വലി നമ്മളെ പരിപാടിയൊക്കെ ഒരു 6 മണി 6:30 ആയപ്പോൾ കഴിഞ്ഞു. അല്ല 6 മണിയല്ല 6:30 ആയപ്പോൾ കഴിഞ്ഞ്. പിന്നെ വീട്ടിൽ വന്നു, അങ്ങനെ കഴിച്ച് അങ്ങനെ സംഗതി കുറച്ച് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ നമ്മളെ ഫസ്റ്റ് നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉന്നക്കായും കട്ട്ലറ്റും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്നാക്കിൻ്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിൻ സംഭവം, അതായത് പത്തിരിയും ബീഫ് കറിയും റെഡിയാക്കി. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാതും പെട്ടെന്ന് തന്നെ ടേബിളിൽ സെറ്റാക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലാതെ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റംസാൻ റെസിപ്പീസും ഒക്കെ കാണാം. ആദ്യത്തെ നോമ്പ് ഇതാ കൈഫിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.